welcome back to Max Mandra. It's Miss Miza. You are back as an Vedic Max trainer. ഇനി ഇത് മാറ്റേണ്ട സമയമായി അല്ലേ? ഓക്കെ, സോ ഇറ്റ്സ് മിസ് മിസ. അത്ര മതി അല്ലേ? ശരി. എനിക്ക് ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 2ാമത്തെ ദിവസമാണെന്ന് അല്ലേ? അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ള സംഭവം ഓൺലൈൻ ട്യൂഷനെ പറ്റിയിട്ടാണ്. അതായത് ഇപ്പം ഞാൻ ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷമാവാറായി. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ആളാണ്, വീട്ടിൽ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയുണ്ടായിരിക്കും, കുറച്ച് പേർക്കൊക്കെ ഇപ്പോൾ പുതിയ ആൾക്കാർ കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് അറിഞ്ഞ് വരുന്നുണ്ടായിരിക്കും. സോ അവരുടെ അറിവിലേക്കും കൂടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അപ്പോൾ ഞാൻ ടീച്ചേഴ്സ് വാണ്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റും റീലും കാര്യങ്ങളൊക്കെ ഇട്ട സമയത്ത് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരെ ഉണ്ടായി. ദാറ്റ് ഈസ് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അതേപോലെ നമ്മുടെ കയ്യിൽ വേക്കൻസിയും കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എൻക്വയറീസ് വരുമല്ലോ, അതായത് ഇങ്ങനെ ട്യൂഷൻ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എൻക്വയറി വരുന്ന സമയത്താണ് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഒരു മിനിറ്റ് ഭയങ്കര ബഹളം. ഓക്കെ, ടീച്ചേഴ്സിൻ്റെ അടുത്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന ഒരു ടീച്ചറിന് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ എന്നെക്കൊണ്ട് ഇപ്പോൾ എല്ലാം കൂടെ എടുക്കാൻ പറ്റില്ലല്ലോ. ഇത് അബാക്കസും വേദിക് മാക്സും അങ്ങനത്തെ സ്കിൽ ട്രെയിനിങ്ങും ടീച്ചേഴ്സ് ക്ലാസ്സുകളും അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എടുത്ത് പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോഴും ഒരുപാട് പേരെ വെച്ചിട്ട് ബാച്ചസ് ഒന്നും എടുത്തിട്ട് പോകാനും കാര്യങ്ങളൊന്നും പറ്റില്ല. ഓൺലൈൻ്റെ ഒരു ലിമിറ്റേഷനാണത്. അതുകൊണ്ട് തന്നെയാണ് ഓൺലൈൻ്റെ ഫീസിൻ്റെ കാര്യങ്ങളാണെങ്കിലും ക്ലാസ്സിൻ്റെ അവർ ബേസിസിനാണെന്നുണ്ടെങ്കിലും കുറേ കാര്യങ്ങളുടെ ഡിഫറൻസ് വരുന്നത് ഓഫ്ലൈനിനേക്കാൾ അല്ലേ? ഓഫ്ലൈനിന് നമ്മളിപ്പോൾ ഞാൻ ഓഫ്ലൈൻ എടുത്തിട്ടുണ്ടായിരുന്ന ആളാണ്, ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്ന ആളാണ്. അതായത് ഞാൻ എൻ്റെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ വീട്ടിൽ ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്ന ആളാണ്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് ആണ് ട്യൂഷൻ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഓൺലൈൻ ഫീൽഡിൽ ഒരുപാട് ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈൻ ട്യൂഷനിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോൾ അവരുണ്ടെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് ഒരിക്കലും അടിച്ചു നിൽക്കണ്ട. പെട്ടെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ്. അതായത് അതിനുശേഷം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ചിലപ്പോൾ ആദ്യം തന്നെ ഒന്നും ഇപ്പോൾ നമുക്ക് സക്സസ് ആവണമെന്നൊന്നും ഇല്ലല്ലോ. എന്തായാലും ടൈം എടുക്കും. ഇപ്പോൾ ഞാൻ 2 വർഷം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഒരുപാടങ്ങ് സക്സസ് ആയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് സെറ്റ് ആവാനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇറങ്ങിത്തിരിക്കുക. കാരണം ഇനി വരാൻ പോകുന്നത് സീസണാണ്. ദാറ്റ് ഈസ് സ്കൂൾ തുറക്കുന്ന ടൈമാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സ്കില്ല് നിങ്ങൾ മാക്സിമം മാർക്കറ്റ് ചെയ്യുക നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്. അത്രേ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തായിരിക്കും. സോ താങ്ക് യു, ബൈ.